പറഞ്ഞിരിക്കുക അങ്ങനെ ഓണം ഇങ്ങനെ അടുത്തു. അപ്പോൾ ഇന്ന് നമ്മുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറ്റം വൃത്തിയാക്കണം. അപ്പോൾ മുറ്റം വൃത്തിയാക്കാനായിട്ട് കൈക്കോട്ട്, ചൂല്, സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് അമ്മയുടെയും മോളുടെയും ഈ വാലിമ പിടിച്ചുള്ള കളി കണ്ടത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗാർഡനൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെണ്ടുമല്ലിപ്പൂക്കളും അതുപോലെ തന്നെ അമ്പലപ്പൂക്കളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ ഇഷ്ടം പോലെ പുല്ല് മുളച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പുല്ലൊക്കെ നമുക്കിന്ന് കളയണം. അപ്പോൾ ഞാൻ പഴയ ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ കമത്തിയിട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് നനച്ച് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു വെച്ചിരുന്നതാണ്. ഇപ്പോൾ സുഖമായിട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. മണ്ണുകൊണ്ടും വേര് കൊണ്ടൊക്കെ വീണ്ടും ഒരു ചെടിച്ചട്ടി പോലെ ഇരിക്കുകയാണ് അത്, ആ ഒരു ഉണ്ടയായിട്ട്. അതാണ് ഞാൻ കാലുകൊണ്ട് തട്ടി നോക്കിയത്. പില്ലോ പോലെയൊക്കെ തോന്നുന്നു കേട്ടോ അത് കാണുമ്പോൾ. അപ്പോൾ ഒഴിവാക്കേണ്ട ചെടിച്ചട്ടികളൊക്കെ ഒഴിവാക്കി നമ്മൾ വീണ്ടും മണ്ണും വളമൊക്കെ നിറച്ചും കഴിഞ്ഞിട്ട് വീണ്ടും ചെടിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ പണ്ട് തുടങ്ങി നമ്മൾ നാടൻ പാട്ട് വരെ കേട്ടിട്ടുണ്ടല്ലേ. ഈ ഓണമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലികളൊന്നും കഴിയാതെ പയ്യാരം പറഞ്ഞുകൊണ്ടുള്ള ഓരോരോ പാട്ടുകൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ നല്ല ചന്തത്തിൽ നമ്മുടെ ഈ മുറ്റമൊക്കെ ചെത്തി ഒരുക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈക്കോട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിനിടയിലുള്ള പുല്ലുകളൊക്കെ നമുക്ക് ചെത്തിയെടുക്കണം. അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ ഗേറ്റിന് പുറത്തുള്ള ആ പടിയൊക്കെ ചെത്താനായിട്ടൊരു ചേട്ടനെ വെച്ചിരുന്നല്ലോ പണിക്ക്. പക്ഷെ നമ്മുടെ വീടിൻ്റെ ഈ കോമ്പൗണ്ടിലേക്ക് പണിക്കാരെ വെക്കാഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെവിടെയൊക്കെയാണ് ചെടി, ഏതൊക്കെയാണ് പച്ചക്കറികൾ, അങ്ങനെയൊക്കെ എനിക്ക് മാത്രമാണ് കറക്റ്റായിട്ട് അറിയുള്ളൂ. അപ്പോൾ പിന്നെ അവർ ചെത്താനായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടി വരും, അയ്യോ അവിടെ ചെത്തല്ലേ, ഇത് തൊടല്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ അവർക്കത് ഒരു അസൗകര്യമായിട്ട് തോന്നുമല്ലേ. അപ്പോൾ ഇവിടെ വീട്ടമ്മ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പേടിയാവും എന്തൊക്കെയാണ് അവർ ചെത്തിക്കളഞ്ഞതെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പാടാണെങ്കിലും ഞാൻ തന്നെയാണ് പരമാവധി ഇതിനുള്ളിൽ ചെയ്യാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ രമേശേട്ടനെ കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിപ്പിക്കും. അപ്പോൾ രമേശേട്ടനാണെങ്കിൽ ഓഫീസ് 1-2 ദിവസമൊക്കെയാണ് ഓണായിട്ട് മുടക്കുക ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ 10 ദിവസം അവധി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എനിക്കിത് കുറച്ചേശ്ശെ ചെയ്താൽ മതി. ഇതിപ്പോൾ എന്തായാലും മുറ്റം നമുക്ക് ഓണാവുമ്പോഴേക്കും നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ തന്നെയായിരിക്കും മിക്കവാറും എല്ലാവർക്കും ജോലിയല്ലേ. ഇന്നും ഇവിടെ നല്ല പൊരി വെയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെയിൽ മാറിയിട്ടൊന്നും ചെത്താമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമില്ല, നമുക്ക് വേറെയും പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പുല്ലൊക്കെ ചെത്തിയിട്ടതിന് ശേഷം ചൂല് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ അടിച്ച് വാരി എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റം കാണുമ്പോൾ തന്നെ ഓണം വന്ന പോലെ തന്നെ തോന്നുമല്ലേ. അപ്പോൾ മുകളിലാണെങ്കിൽ പന്തലിൽ നമ്മുടെ കുമ്പളങ്ങ കുട്ടന്മാരും മത്തങ്ങ കുട്ടന്മാരൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. വലുതായി വരികയാണ്. ഇനി താഴെ നമ്മൾ നോക്കുമ്പോൾ അവിടെ പുല്ലൊക്കെ വൃത്തിയാക്കി ചെടികളൊക്കെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഓണം വന്ന പോലെ തന്നെ തോന്നും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ദിവസം ഓരോ ലിസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഞാൻ ഇന്ന പണികളൊക്കെ ചെയ്യാന്നുള്ളത്. എന്നാൽ മാത്രമാണ് ഓണാകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചിഞ്ചുവിനും ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ അകമൊക്കെ ചിഞ്ചു നല്ല പോലെ അടിച്ചു വാരാണ്. അതായത് കട്ടിലിൻ്റെ ചുവട്, ഫർണിച്ചറിൻ്റെ ചുവട് ഭാഗങ്ങൾ, അതൊക്കെ നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ട് ചിഞ്ചുവിനും ഏൽപ്പിച്ചിരിക്കുന്ന ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തെ പണികളാണ് ചെയ്യുന്നത്. അകത്ത് ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത്തിരി സുഖമായിട്ട് ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പുറത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നല്ല വെയിലൊക്കെ കൊണ്ട് ആകെ കരിവാളിച്ച് പോകുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ അതൊന്നും പ്രശ്നമില്ലാതെ നമ്മളിങ്ങനെ ജോലികൾ ചെയ്യാണ്. ഓണം, വിഷു, ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആഘോഷങ്ങൾ വരുന്നത് ഞാൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഭംഗിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ആവോ ദൈവമേ എന്ന് തോന്നിപ്പോവും. കാരണം ഓരോരോ ജോലികൾ ചെയ്ത് കഴിയാതാവുമ്പോൾ നമുക്കങ്ങനെ തോന്നിപ്പോകുന്നതാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, എന്നാലല്ലേ നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടഭാഗങ്ങളൊക്കെ അടിച്ച് വൃത്തിയാക്കി പുല്ലൊക്കെ പറിച്ച് നീക്കിയപ്പോൾ നമുക്കൊരു 4-5 ചെടിച്ചട്ടികൾ ഇങ്ങനെ ചെടികളൊക്കെ വാടി കഴിഞ്ഞ് നിൽക്കുന്നതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വീണ്ടും നമുക്ക് പുതിയ ചെടികളൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊക്കെ മനസ്സിലായത് പുല്ല് പറിച്ച് നീക്കിയപ്പോൾ അതിനുള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ കാണാനായിട്ട് കഴിഞ്ഞത്.
നമ്മുടെ വീട്ടിലെ ഇത്തരം ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഒരാളും മടി വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടാ. അല്ലെങ്കിൽ അതിലൊരു നാണക്കേട് വിചാരിക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടാ. ഓണം അല്ലെങ്കിൽ വിഷു ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ തന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കേണ്ട കടമ നമുക്ക് തന്നെയാണ്. നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് ഒരു ദിവസം പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഡേ അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഇടുക. അതുപോലെ പുറം ജോലികൾ ചെയ്യാനായിട്ട് ഒരു ദിവസം അങ്ങനെ നമ്മൾ കണ്ടെത്തണം കേട്ടോ. ഇത് മാത്രമൊന്നല്ല, നമ്മുടെ വീട്ടിലെ ബെഡ്ഷീറ്റ്, പുതപ്പ്, വിരിപ്പ് ഈ കാര്യങ്ങളൊക്കെ കഴുകുക, കർട്ടനൊക്കെ കഴുകുക, അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം അങ്ങനെയൊക്കെ മാറ്റി വെച്ചിരിക്കണം. അപ്പം ഇന്ന് ഞാൻ ഇവിടെ മുറ്റവും അതുപോലെ ഗാർഡനും ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ഈ ഭാഗത്തുണ്ടല്ലോ ഗ്രോ ബാഗിൽ, നമ്മുടെ ഗ്രീൻ ഗ്രോ ബാഗിൽ വെണ്ടയ്ക്ക തൈ വലുതായി എന്നെക്കാളും പൊക്കം വെച്ച് നിൽക്കായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാൽ ഭാഗം കഴിയുന്ന ആ ഒരു ഭാഗം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്ന് പുതിയ നാമ്പുകളൊക്കെ ഉണ്ടായും കഴിഞ്ഞ് വീണ്ടും വെണ്ടയ്ക്ക ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല പോലെ വളമൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് 2 നേരം അങ്ങോട്ട് നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മുറിച്ചെടുത്ത ക്ഷീണമൊക്കെ അതിൻ്റെ മാറിപ്പോകുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളയണം. അതുപോലെ തന്നെ ഒരു തക്കാളി തൈക്കാണെങ്കിൽ ആകെ ഒരു കരിച്ചലും വാട്ടവും ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതങ്ങോട്ട് പിഴുത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കേട് ബാക്കിയുള്ള എല്ലാത്തിന്മേലേക്കും പടരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുറിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അല്ലാതെ മുഴുവൻ കേടായിട്ടുള്ള തൈകളൊക്കെ പറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. പച്ചക്കറി തൈകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മക്കളെ നോക്കുന്ന പോലെ നോക്കണം കേട്ടോ. ഒന്ന് ശ്രദ്ധയൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും കേടും അതുപോലെ കീടങ്ങളൊക്കെ വന്ന് പെട്ടുപോകും. അപ്പോൾ വെണ്ടയ്ക്കയ്ക്ക് എപ്പോഴും ബാധിക്കുന്നത് ഇല ചുറ്റിപ്പുഴൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും റിയയുടെ വാവ ഒളിച്ചിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവനെ പിടിച്ചെടുത്ത് കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ചെണ്ടുമല്ലി ഓരോന്നും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ചെണ്ടുമല്ലിയുടെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ. എന്തൊരു സ്മെല്ലാണെന്നറിയോ, നമുക്ക് നല്ലൊരു സന്തോഷം തോന്നും. പൂക്കടയുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു സ്മെല്ലില്ലേ, അതുപോലെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പൊക്കത്ത് ഇങ്ങനെ വീശിയൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴേക്കും അവരെന്നെ അള്ളി പിടിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് താഴത്തേക്ക് വെച്ചതാണ് നമ്മളത്. അപ്പോൾ 2-3 ചെടിച്ചട്ടികൾ കിട്ടിയല്ലോ, അതിൽ ഈ ചെടി തന്നെ വീണ്ടും വെച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിസരത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റൊക്കെ വളരെ അങ്ങോട്ട് കൂടി അങ്ങോട്ട് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ കത്തി എടുത്തും കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള മണി പ്ലാന്റ് നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ മുറിച്ച് മാറ്റുകയാണ് കേട്ടോ. മുറിച്ച് മാറ്റിയിട്ട് ആ ഒരു സൈഡൊക്കെ വൃത്തിയാക്കി എടുത്തും കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ചെടി അവിടെ 2-3 ചെടിച്ചട്ടികളിൽ അങ്ങോട്ട് നട്ടും കഴിഞ്ഞിട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഇനി ഈ ഭാഗത്തുനിന്ന് മണി പ്ലാന്റും പുല്ലുകളും ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചെണ്ടുമല്ലിയുടെ അടുത്തേക്ക് എത്താനായിട്ട് ഒരു വഴി പോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ മണി പ്ലാന്റ് വളരാനായിട്ട് കാരണം ഇവിടെ ഒരു ടാപ്പ് ഉണ്ട്. അപ്പം മിക്കവാറും നമ്മൾ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ അവിടേക്ക് പോകുന്ന കാരണം വെള്ളമൊക്കെ വലിച്ച് കുടിച്ചും കഴിഞ്ഞിട്ട് ഉഷാറായിട്ട് പടർന്ന് കാട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിപ്പടഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ കിടന്നാലുള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല പാമ്പോ എന്തെങ്കിലും ജന്തുക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാനായിട്ടൊക്കെ ഇടവരും. അപ്പം അത്രത്തോളം നമ്മളങ്ങോട്ട് വിടേണ്ട ആവശ്യമില്ല. ഇവിടെയാണെങ്കിൽ എനിക്ക് മണി പ്ലാന്റ് പടർത്താനായിട്ട് വേറെ ഒരു കമ്പുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ ചെടികളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് നിലത്ത് ഇതുപോലെ കാട് പിടിച്ച് കഴിഞ്ഞിട്ട് പടർന്ന് കിടക്കുന്നത്. അപ്പം അതത്ര നല്ലതല്ല. നമ്മൾ ഇതിൽ നിന്ന് നല്ല നല്ല പീസുകളൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കിച്ചണിൽ നമ്മളെ ജനൽ സൈഡിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയാട്ടാ. പക്ഷെ ഇതുപോലെ കാട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗിയില്ല. ഇതിനിടയിൽ വാഷിംഗ് മെഷീൻ്റെ അലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതപ്പും വിരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വിരിച്ചിടാം. അപ്പോൾ ആ ജോലിയും ഇതിൻ്റെ ഇടയിലൂടെ കഴിയുമല്ലോ. ഇനിയുണ്ടല്ലോ നമുക്ക് മാളയിലേക്ക് ഒരു പർച്ചേസിങ്ങിനായിട്ട് പോകണം. നമുക്ക് കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഓരോ കപ്പൊക്കെ ഉടയുമ്പോൾ ഞാൻ ലിസ്റ്റ് ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി വാങ്ങി കഴിഞ്ഞിട്ട് വരാം. നല്ല തിരക്കായിരുന്നു മാളയിൽ. അങ്ങനെ മാളയിൽ ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനും ചിഞ്ചുവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നല്ല വാങ്ങാൻ ഉദ്ദേശിച്ച പാത്രങ്ങൾ കണ്ടപ്പോൾ എടുത്ത് നോക്കിയതാണെന്ന് മാത്രം കേട്ടോ. സ്റ്റീൽ പാത്രങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാത്രം കാണുമ്പോഴും നേരിയൊരു വൈബ്രേഷൻ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം എന്താ ഒരു രസം, ആ ഭംഗിയും ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മേടിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ കണ്ട് ആസ്വദിക്കുന്നതല്ലാണ്ട് നമ്മൾ ലിസ്റ്റ് ഇട്ടതിൽ നിന്ന് ഒരെണ്ണം പോലും കൂടുതൽ മേടിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കാശൊക്കെ കൂടിപ്പോവും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഓണം ഓഫറൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 പാത്രങ്ങൾ മേടിക്കുമ്പോൾ ഇത്ര രൂപ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് രാഗിയാണ്. ഇവിടെ വന്നപ്പോൾ രാഗീനെയും ഇവിടെ വെച്ച് കാണാനായിട്ട് പറ്റിയതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങൾ ഈ ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മേടിക്കാനായിട്ട് ഉദ്ദേശിച്ച സാധനം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫ്രൈ പാൻ വാങ്ങണം എനിക്ക്. പിന്നെ വാങ്ങേണ്ടതെന്ന് പറയണമെങ്കിൽ ഈ ഗ്ലാസ്സുകളാണ് കേട്ടോ. നമുക്ക് ചായ കുടിക്കാനുള്ള കപ്പുകളാണ് വാങ്ങേണ്ടത്. മിക്ക ദിവസമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വീണുടഞ്ഞിട്ട് കപ്പുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ ഈ കപ്പും ഗ്ലാസ്സും ഒക്കെ നോക്കിയിട്ട് അതിലേതെങ്കിലും ഭംഗിയുള്ളത് ഇഷ്ടപ്പെട്ടത് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആവശ്യത്തിനുള്ള റേറ്റ് ഉള്ളൂ കേട്ടോ, ഭയങ്കര കൂടുതലൊന്നുമില്ല. വളരെ കുറവ് തുടങ്ങിയിട്ട് കൂടുതലുള്ള വരെയുള്ള റേറ്റുകളുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമായത് ഇതുപോലെ തന്നെ ഗ്ലാസിൻ്റെ തന്നെ പിടി ആയിട്ടുള്ള കപ്പുകളാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാനത് 6 എണ്ണം അടങ്ങുന്ന ഒരു സെറ്റാണ് കേട്ടോ ഞാൻ നോക്കിയത്. അപ്പോൾ എനിക്കും ചിഞ്ചുവിനും ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് തന്നെ വാങ്ങി. ഇനി വാങ്ങേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാൻ നോക്കണമായിരുന്നു, പിന്നെ ഒരു ദോശത്തവയും വാങ്ങണമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വാങ്ങിയത്. ഓണം ഓഫറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വിലക്കുറവൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വാങ്ങിയത് ഈ സോസ് പാനാണ് കേട്ടോ. നമുക്ക് ചായ വെക്കാനായിട്ട് സോസ് പാനാണ് വാങ്ങിയത്. പിന്നെ ഈ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബ്ബറുകളൊക്കെ ഞാൻ വാങ്ങിയിരുന്നു. എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആ ഷോപ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ വാങ്ങിയ കപ്പ്. അപ്പോൾ കപ്പ് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചില്ല് ഗ്ലാസിൻ്റെ പോലെ തന്നെയാണ്, പക്ഷെ പിടിയുള്ള കപ്പുകളാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ കപ്പുകൾ ഇനി സൂക്ഷിച്ച് ഉപയോഗിക്കണം. കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകാറുണ്ട്. പിന്നെ ഇത് ഇരുമ്പ് കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ലല്ലോ, പൊട്ടാതിരിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ വാങ്ങണ്ടേ, ഇങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ സമാധാനിക്കും. കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാലും അങ്ങനെയൊക്കെയാണ് ഓർക്കാറ് കേട്ടോ. പിന്നെ ഇത് എണ്ണ തൂവി കൊടുക്കുന്ന ബ്രഷാണ്. പിന്നെ നമുക്ക് ഇതൊരു തവ വാങ്ങിയതാണ്. പിന്നെ നമുക്ക് കാണാം കേട്ടോ ഇതെന്താന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് തന്നെയാണ്, പടത്തിലുള്ള പോലെ തന്നെയാണ് ഫ്രൈ പാനും പിന്നെ ദോശത്തവയാണ് കേട്ടോ. ഇനി പുതിയ പാത്രത്തിലൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ കുറച്ച് ദിവസം നല്ല രസമായിരിക്കും അല്ലേ. വളരെ സൂക്ഷിച്ചും വളരെ ഇതിലൊക്കെയാണ് ഉണ്ടാക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ വളരെ ശ്രദ്ധയൊന്നും ഞാൻ കൊടുത്തു എന്ന് വരില്ല കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ പറയുന്നുണ്ട് ഇതൊക്കെ നീ ശ്രദ്ധിച്ചും സൂക്ഷിച്ചൊക്കെ ഉപയോഗിച്ചോളൂ എന്ന്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് കുറച്ച് പാത്രങ്ങളൊക്കെ അടുക്കളയിലേക്ക് കിട്ടി കേട്ടോ. നമ്മുടെ കുക്കറും അതുപോലെ തന്നെ ഫ്രൈ പാനും ദോശത്തവയും പിന്നെ സോസ് പാനും അങ്ങനെ പുതിയ പുതിയ വിരുന്നുകാരാണ് നമ്മുടെ അടുക്കളയിലേക്ക് എത്തിയിരിക്കുന്നത്. ഓണത്തിന് ഇതൊക്കെ വാങ്ങിയത് കൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ ഓർക്കാനായാലും. ഇതെന്നാ വാങ്ങിയെന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ അതൊക്കെ ഓണത്തിന് വാങ്ങിയതാന്നൊക്കെ ഉള്ളത് നമുക്ക് ഓർമ്മ വരും അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ കൂട്ടി വയ്ക്കും കേട്ടോ. എന്തെങ്കിലും പാത്രം ചീത്തയായെങ്കിലും ഞാനത് ഓണത്തിന് തന്നെ വാങ്ങാം, അല്ലെങ്കിൽ വിഷുവിന് തന്നെ വാങ്ങാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് അത്ര വരെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. മാളയിലും അഷ്ടമിച്ചിറയിലൊക്കെ വളരെ ഓണത്തിരക്കാണ് കേട്ടോ. റോഡിലും അതുപോലെ ഷോപ്പിലൊക്കെ എന്താ തിരക്കെന്ന് പറഞ്ഞാലാവില്ല, അത്രത്തോളം തിരക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ പർച്ചേസിങ്ങും അതുപോലെ മുറ്റം വൃത്തിയാക്കലൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ നമുക്ക് ചെണ്ടുമല്ലി തോട്ടത്തിലേക്ക് ഇങ്ങനെ പുല്ലും മണി പ്ലാന്റും ഒന്നും തടയാതെ നല്ല വൃത്തിയായി വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ നിങ്ങളുടെ മുറ്റമൊക്കെ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക, ഓണത്തെ വരവേൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.